ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക്. വ്ളോഗ് 3. കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ ഒരു കൊച്ചു ഗ്രാമമാണ് വട്ടവട. തമിഴ്നാട് ബോർഡറിൻ്റെ അടുത്തായിട്ട് കേട്ടോ. സോ ഇന്ന് എൻ്റെ യാത്ര അങ്ങോട്ടാണ്. എൻ്റെ കൂടെയുള്ള സെറ്റായിക്ക് ഈ മല, കുന്ന് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് മൂപ്പർക്ക് പറ്റുള്ളൂ. ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്ന ടൈമിലൊക്കെ ഈ പൊട്ടൻ്റെ അടുത്ത് സജഷൻ ചോദിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒക്കെ സജഷനാണ് അവൻ തരാറ്. കഴിഞ്ഞ 9 വർഷമായിട്ട് ഞാനിവനെ ചുമക്കുന്നുണ്ട്. ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ലൈക്ക് സോമൺ ഐ ക്യാൻ ട്രസ്റ്റ് ബ്ലൈൻഡ്ലി. നല്ല മഴ പെയ്യുന്നുണ്ട്, അതുപോലെ ഇടിമിന്നലും ഉണ്ട്. കുറച്ചു നേരമൊക്കെ ഞങ്ങൾ ആ പമ്പിൽ കയറിയിട്ട് നിന്നു. പിന്നെ ഞങ്ങൾ കരുതി പോവാന്ന്. അവൻ എൻ്റെ ചെരുപ്പ്, അവൻ ഷൂ ഇട്ടുകൊണ്ട് ഷൂ മഴ നനയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അവൻ എൻ്റെ ചെരുപ്പ് എടുത്തിട്ടു. അവൻ്റെ വണ്ടിയിലിരുന്ന് എൻ്റെ ഇപ്പൊടിയൊന്നുള്ളൊരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. പക്ഷേ എന്തോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി. വീണ്ടും ഒരു പമ്പിലെത്തി. ഞാൻ എൻ്റെ രാവിലത്തെ പരിപാടികളൊന്ന് സ്കിപ്പ് ചെയ്യേണ്ടെന്ന് കരുതി അവിടെ പമ്പിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു വാഷ്റൂം കണ്ടപ്പോൾ ഞാൻ പോയി പല്ലൊക്കെ ഒന്ന് തേച്ച് കുളിച്ചില്ല, ജസ്റ്റ് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തു. കാരണം എന്നെ മനസ്സിലാക്കാത്ത രൂപത്തിൽ പൊടി മൊത്തം ഫേസിൽ വന്ന് എന്തോ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇങ്ങനെയായിരുന്നു ഞാൻ. പിന്നെ വെറുതെ അവൻ്റെ കുറേ ചളിയൊക്കെ കേട്ട് ഞാൻ പോകുന്ന വഴിക്ക് കുറേ നല്ല സ്ഥലങ്ങളൊക്കെ കണ്ട്. പിന്നെ എൻ്റെ പട്ടി ഷൂ, ഞാനുണ്ടല്ലോ ഒരു 2 ഡേയ്സിന് എടുത്ത ഡ്രസ്സാണത്. അതെനിക്ക് തന്നെ വള്ളിയായി മാറി ഗൈസ്. ഗൈസ് അവിടെ പോള് ഒരു ഫ്രെയിമിൽ 2 ഏതോ മലയും കുന്നും കയറി അവസാനം ഞങ്ങൾ അവിടെ എത്തി ഗൈസ്. സോ ഗൈസ്, ദിസ് ഈസ് സുനിനെ കുറിച്ച് ഞാൻ കുറേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ റൂമിലെത്തിയ പാടെ എന്നെ സുനി എടുത്തിട്ട് താഴത്തോട്ട് പോവാമെന്ന് പറഞ്ഞു. ഞാൻ കരുതി ഒരു വളവ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു തിരിവ് കഴിഞ്ഞിട്ടായിരിക്കും എന്ന്. ഇവിടെ ഒരു മലയിൽ നിന്ന് അടുത്ത ഗ്രാമത്തിലോട്ട് എന്നെ എത്തിച്ച ഫീലുണ്ടായിരുന്നു എനിക്ക്. ഞാൻ അക്കൊല വണ്ടിയിലിരുന്ന് വന്ന് ഞാൻ വീണ്ടും നടന്നു ഗൈസ്. എനിക്ക് അപ്പുറത്തെ റൂമിൽ നിന്ന് ഇപ്പുറത്തെ റൂമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഊബർ ബുക്ക് ചെയ്യുന്നതാണ്. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. ഈ പരിപാടിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. സുനിയുടെ കുടുംബക്കാരാണ് ആ നാട്ടുകാർ മൊത്തം. അതുകൊണ്ട് ചോറ് കിട്ടി ഉച്ചക്ക്. ആ പഞ്ചായത്ത് മൊത്തം സുനിനെ അറിയാം. ഞാൻ പൊതുവെ ആൾക്കാരായിട്ട് എനിക്ക് ടോക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ആൾക്കാരെ കണ്ടാലേ തലറങ്ങും. എന്നെ ആ നാട് മൊത്തം അവളുണ്ടല്ലോ ഒത്തിരിപ്പ് ചുറ്റി കാണിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ആ നാട് കാണണ്ടെന്ന് വന്ന ദിവസം തന്നെ തോന്നിപ്പോയി. അക്കോൽ എന്നെ കാണിച്ചു പോയി. ആൻഡ് ഈവനിങ് ആ സൺസെറ്റ്, ഇറ്റ്സ് ലൈക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര പീസായിരുന്നു. ആ ഒരു പ്ലേസിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് ടൈം നിങ്ങൾ ആരെങ്കിലുമൊക്കെ അങ്ങോട്ട് പോകുമ്പം ഭയങ്കര അവിടെ വിസിറ്റ് ചെയ്യണം. എൻ്റെ അവിടുത്തെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പെട്ടെന്ന് എല്ലാവരുമായിട്ട് കണക്റ്റ് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് ഹ്യൂമൻസ്. ഭയങ്കര രസമായിരുന്നു. എൻ്റെ പീസിനെ റെസ്പെക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും അതിനെ റെസ്പെക്റ്റ് ചെയ്ത് എനിക്ക് എൻ്റെ സ്പേസ് തന്ന് നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ചുറ്റുമുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഒരു നല്ല കാര്യമല്ലേ. പക്ഷെ എൻ്റെ ഒരു കേസിലൊരു പ്രശ്നമുണ്ട്. എനിക്കിതുപോലെ മല കുന്നൊക്കെ കയറി 2-3 ദിവസത്തിൽ കൂടുതൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. പെട്ടെന്ന് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരും. പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് അതിനൊക്കെ ഭ്രാന്ത് പിടിക്കും. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. സോ ഇവർക്ക് അവിടെ ഒരു മഡ് ഹൗസ് ഉണ്ട്, ടെൻ്റ് വേണ്ടവർക്ക് ടെൻ്റ് ഉണ്ട്, മുകളിൽ തന്നെ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പിറ്റേന്ന് രാവിലെ രാത്രി അവിടെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത് എടുക്കാൻ പറ്റിയില്ല. ആൻഡ് രാവിലെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുക. സോ ഇത് അച്ചുവിനെ ഞാൻ അവിടെ നിന്നാണ് പരിചയപ്പെടുന്നത്. അവളും ഇതുപോലെ മലയും കുന്നും കയറാൻ വേണ്ടി വന്നതാണ്. ഈ ചേട്ടനുണ്ടല്ലോ, ഈ ചേട്ടൻ നമ്മൾ കുറേ നേരം ഇങ്ങനെ നോക്കി വെക്കും. എന്തിനാണെന്നൊന്നും അറിയില്ല, എന്നാലും ആ ചേട്ടൻ കുറേ നേരം നോക്കി വെക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറേ അവിടെ തന്നെ സ്ട്രോബെറി ഫാം, ഇത് കൃഷി ആയിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയൊക്കെ ആണ്. ഇതൊക്കെ കണ്ട് ഈവനിങ് ആയപ്പോഴത്തേന് ഞാൻ തിരിച്ചു കയറാനുള്ള എൻ്റെ പരിപാടി തുടങ്ങി. അവനില്ല എന്ന് പറഞ്ഞു, അവനവിടെ സ്റ്റേ ചെയ്യുന്നത്. സോ ഞാൻ കൊച്ചിക്ക് ബസ് കയറി ഗൈസ്. ഈ ഒരു ട്രിപ്പ് കൊണ്ട് എനിക്ക് 3 ദിവസം എൻ്റെ മൈൻഡിൽ ഓവർ തിങ്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ആരെങ്കിലുമൊക്കെ എന്നെപ്പോലെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ആലോചിക്കുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ വേഗം പെട്ടി കിടക്കി എടുത്തിട്ട് ഇറങ്ങിക്കോണം. എവിടേക്കെങ്കിലുമൊക്കെ പോവുക, യു വിൽ ഫൈൻഡ് പീസ്.
സോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ.